സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസിയും ദൈവം ആത്മാവായി, പരിശുദ്ധാത്മാവായി ത്രിത്വൈക ദൈവം വസിക്കുന്ന ഭവനങ്ങളാണ്, ആലയങ്ങളാണ് നമ്മൾ എന്നുള്ളൊരു അറിവിലേക്ക് വന്നുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മിലൂടെ തിരുസഭ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്ന ഒരു ജീവിതമാണ് തിരുസഭാ ജീവിതം. മരിച്ചുയർത്തവനായ യേശു ആത്മാവായി മാറിയവൻ പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് കർത്താവിൽ വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന 120 പേരുടെ മേൽ തീജ്വാലകളുടെ രൂപത്തിൽ ആത്മാവായ ദൈവം വന്നു നിറഞ്ഞ് തിരുസഭയുണ്ടായി. ആ തിരുസഭയിലൂടെയാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. തിരുസഭയിലാണ്, മാമോദീസായിലൂടെ നമ്മളെ കുഞ്ഞുനാളിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ തിരുസഭയിലേക്ക് കൊണ്ടുവന്ന മാമോദീസ എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി, നമുക്ക് സ്വന്തമായി. നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറി, ദൈവത്തിൻ്റെ ഭവനമായി മാറി. ഇടയ്ക്കൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ അവിടെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളൊരു വിലയ്ക്ക് വാങ്ങിയ ഒരു ഭവനം പോലെയാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയ ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നത് പോലെ കാൽവരി കുരിശിൽ യേശു നമ്മെ ഓരോരുത്തരെയും, ഓരോ വിശ്വാസിയെയും വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തമായ ജീവിതങ്ങളിൽ ദൈവം വസിക്കുന്നു. ആ ഒരു അറിവ് നമുക്കിന്ന് ഇല്ല. കാരണം അത്രമാത്രം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സുവിശേഷമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർക്കിന്ന് ദൃശ്യമല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇന്ന് ആത്മാവായി തിരുസഭയിൽ എന്ന നമ്മ ഓരോരുത്തരിലും വസിക്കുന്ന ആത്മാവായ സാന്നിധ്യമാണെന്നുള്ളത് നമുക്ക് മറച്ചു വെച്ചിരിക്കുകയാണ് സാത്താൻ. ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. നമുക്കിങ്ങനെ നമ്മുടെ ഒരു ജീവിതം ഇടയ്ക്കൊക്കെ ചിന്തിച്ചതുപോലെ ശരീരവും മനസ്സും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ജീവിതമായി ആത്മാവിൽ ദൈവം വസിക്കുമ്പോൾ ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മെ ആത്മാവിൽ നയിക്കേണ്ട ഒരു ജീവിതമാണ് ഈ തിരുസഭാ ജീവിതം. അത് മനസ്സിലാക്കിയവരെയാണ് നാം വിശുദ്ധരെന്ന് വിളിക്കുന്നത്. പൂർണ്ണമായും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ്, അത് ദൈവത്താൽ നയിക്കപ്പെടേണ്ടതാണ്. മാമോദീസ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് ആ ഒരു ബന്ധം. പഴയ നിയമത്തില് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യരെ മോശയുടെ നേതൃത്വത്തിൽ 25 ലക്ഷത്തോളം ആൾക്കാരെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ ചെങ്കടൽ വിഭജിച്ച്, അത് നമ്മളിന്ന് മാമോദീസയുടെ പ്രതീകമാണ്, ചെങ്കടലിലൂടെ വെള്ളത്തിലൂടെ നടത്തിക്കൊണ്ടുവന്നത്. വെള്ളത്തെ വകുത്ത് അത് നടുവിൽ ഉണങ്ങി നിലമാക്കി അതിലൂടെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം തൻ്റെ ജനത്തെ നയിച്ചു. ഫറവോയുടെ സൈന്യങ്ങൾ അവരെ പിന്തുടർന്നെങ്കിലും അവരെ നശിപ്പിക്കാൻ സാധിക്കാതെ രക്ഷപ്പെട്ട് അവർ കടലിലൂടെ കടന്ന് അവർ മരുഭൂമിയിലെത്തി. ആ മരുഭൂമിയിലൂടെ പലപ്പോഴും ദൈവം സീനായ് മരുഭൂമിയിൽ ദൈവം അവരെ സീനായ് മലയുടെ മുകളിൽ വന്ന് അവരെ ദൈവം സന്ദർശിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മരുഭൂമിയിൽ അദൃശ്യനായ ദൈവം മോശയെ കൊണ്ട് അവരെ നയിപ്പിക്കുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ. പക്ഷേ കഠിന ഹൃദയരായ അവരെപ്പോഴും ദൈവത്തോടും മോശയോടും മത്സരിച്ചിരുന്നത് കൊണ്ട് അവർക്ക് ഒരാഴ്ച കൊണ്ട് എത്തേണ്ടതാണ്. യാത്ര ചെയ്ത് നടന്ന് അവർ ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ കറങ്ങി 40 വർഷം വട്ടം കറങ്ങുകയാണ്. ആ 40 വർഷവും അവരുടെ ജീവിതത്തെ ഈ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തെ കണ്ടുമുട്ടാനല്ലേ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശത്തേക്ക്, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നത് പിന്നീട് ജോർദാൻ നദി കടന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണെന്ന് പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടത്. നമ്മൾ ഈ 40 ദിവസത്തെ അല്ലെ 50 ദിവസത്തെ നോമ്പിലൂടെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഒരു ജീവിതമാണ്. മരുഭൂമിയിലൂടെ യേശു 40 വർഷം
40 ദിവസം യേശു മരുഭൂമിയിൽ ചെലവഴിച്ചത് ഏതാണ്ട് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ ചെലവഴിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. നമ്മുടെ ഈ 40 അല്ലെ 50 ദിവസത്തെ നോയമ്പ് ഏതാണ്ട് നമ്മൾ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തിൽ നിന്ന് പുറത്തു വന്നവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. നമ്മളിന്ന് സഭയിലൂടെ നമ്മുടെ ജീവിതം യാത്ര ചെയ്ത് നമ്മൾ മരണയോർദാൻ അല്ലെ, നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് കാനാൻ ദേശം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര നമ്മുടേത്. മരുഭൂമിയിൽ അല്ലെ തിരുസഭയിലൂടെ, ഈ തിരുസഭയിൽ ഇവിടെ യാത്ര ചെയ്യുമ്പോഴാണ്, അന്ന് അവർക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ദൈവവുമായുള്ളൊരു ബന്ധം ഉറപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, അവർക്ക് രാവും രാത്രിയിലെ പ്രകാശമായി ആ മേഘത്തെ ജ്വലിപ്പിച്ചുകൊണ്ട്, പകൽ ആ മേഘം തണലായി വിരിച്ചുകൊണ്ട് അവർക്ക് ആ മേഘത്തിന്റെ തണലിൽ അവർ നടന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കരഞ്ഞു നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ആകാശത്തു നിന്നും മഴ പെയ്യുന്നത് പോലെ പെയ്ത അത് വാരിക്കൂട്ടി, ആ കൊത്തമ്പാലി പോലെ ഇത് പൊടിയായിരുന്ന ആ മന്ന വാരിക്കൂട്ടി അതുകൊണ്ട് അപ്പമുണ്ടാക്കി എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് റേഷൻ കൊടുക്കുന്നത് പോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അത് ശേഖരിച്ചുകൊണ്ട് അവർ അപ്പമുണ്ടാക്കി ഭക്ഷിച്ചുകൊണ്ട് അവർ മരുഭൂമിയിലൂടെ യാത്ര. അവർക്ക് ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറച്ചിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി കാടപ്പക്ഷികളെയും ദൈവം അല്ലെങ്കിൽ കാറ്റടിപ്പിച്ചതിൽ നിന്നും കാടപ്പക്ഷികൾ അവിടെ വന്നിറങ്ങി അവർക്ക് ഭക്ഷണമായിട്ട് അതും കൊടുത്തു. അവിടെയാണ് നമ്മൾ കാണുന്നത്, അവർക്ക് വേണ്ടി ദൈവം പാറയിൽ നിന്നും, മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്നപ്പോൾ പാറയിൽ മോശയോട് പറഞ്ഞു, ഞാൻ ആ പാറമേൽ നിൽക്കുമ്പോൾ നീ ആ പാറമേൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം പുറപ്പെടും, അവർക്ക് വെള്ളം കൊടുക്കണം. മാറായിലെ വെള്ളം കയ്പായിരുന്ന മരുഭൂമിയിലെ ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റാതെ വേറൊരു അവസരത്തിൽ മോശയോട് പറഞ്ഞു, ആ മരത്തിന്റെ തടിക്കഷണം നീ വെള്ളത്തിലിട്ടാൽ അത് മധുരമുള്ള അല്ലെ കുടിക്കാൻ പറ്റിയ വെള്ളമായി തീരും. എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ്. അപ്പൊ ഇന്നും നമ്മള് ഈ മരുയാത്രയിൽ നമുക്ക് ദൈവവചനമാകുന്ന ദൈവത്തിന്റെ 10 കൽപ്പനകളെ മരുഭൂമിയിൽ വെച്ചാണ് മോശയിലൂടെ അവർക്ക് നൽകിയത്. നമുക്ക് തിരുസഭയിലൂടെ ദൈവത്തിന്റെ വചനം നൽകി, പരിശുദ്ധാത്മാവാകുന്ന കൂദാശകളിലൂടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി, ദിവ്യകാരുണ്യമായി അന്ന് മന്നായായി പൊഴിഞ്ഞിരുന്ന വിശുദ്ധ കുർബാനയായി നമ്മുടെ ആത്മാവിൽ നിന്ന് ആത്മാവിന്റെ ഭോജനമായി, അന്ന് ശരീരത്തിന് ഭക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് ആത്മാവിന്റെ ഭോജനമായി, ദിവ്യകാരുണ്യമായി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന മന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനായ യേശു കൂദാശിയായി ഇന്ന് നമുക്ക് ഈ തിരുസഭ യാത്രയിലാണ് നൽകപ്പെടുന്നത്. നമ്മൾ ഈ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ദൈവാനുഭവത്തിലേക്ക് വന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ മരണത്തിലേക്ക് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കം നടക്കുന്നതും ഈ മരുയാത്രയിലാണ്, ഈ തിരുസഭ ജീവിതത്തിലാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം ആ ഒരു ബന്ധം. അന്ന് മരുഭൂമിയിലെ ഇസ്രായേൽ മക്കളുടെ യാത്രയും, അന്ന് അവരെ മോശ നയിച്ചെങ്കിൽ യേശു മോശയെപ്പോലെ ഭൂമിയിൽ വന്ന് ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് തിരുസഭ അല്ലെങ്കിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തവരെ നയിച്ചിട്ട് യേശുവിൻ്റെ മരണം നമുക്കായി, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാനായി കുരിശിൽ മരിച്ചിട്ട് നമുക്ക് വേണ്ടി നിത്യജീവന്റെ അവകാശമായ സ്വർഗം തുറന്നു തന്നുകൊണ്ട് ദേവാലയത്തിന്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ കീറി അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗത്തിന്റെ കവാടം നമുക്കായി തുറക്കപ്പെട്ടുകൊണ്ട് നമുക്കായി തിരുസഭയിലൂടെ കുദാശയായി ആത്മാവായി നമ്മെ നയിക്കുന്ന ആ ഒരു സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ള സാത്താനിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. തിരുവചനത്തെ കുറിച്ചുള്ള അറിവ് നമുക്കറിയാം. യേശു തിരുവചനം ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സിനെ തുറന്നു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാര് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പലപ്പോഴും ഇത് മനസ്സിലാക്കാഞ്ഞുകൊണ്ട് തിരുവചനം ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ അവൻ തുറന്നു കൊടുത്തു. നമ്മളും ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഈ 40 ദിവസത്തെ 50 ദിവസം നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ആത്മീയ ബന്ധം നമ്മളെയും ദൈവം നയിക്കുകയാണ്. ഈ ഭൂമിയിൽ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കമായി വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ വിശുദ്ധിയോടെ സ്വീകരിക്കാൻ നല്ലൊരു കുമ്പസാരം കഴിക്കാനുള്ളൊരു അവസരമാണിത്. നമ്മൾ അവനിൽ നിന്ന് അകന്നുപോയെങ്കിൽ, അവളിൽ നിന്ന് അകന്നുപോയ അവിടെ മരുഭൂമിയിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി മോശ 10 കൽപ്പന മേടിക്കാനായി മലയുടെ മുകളിലേക്ക് പോയപ്പോൾ
അവിടെ ജനങ്ങളും അഹരോനും ഉൾപ്പെടെ ഈജിപ്തിലെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചപ്പോൾ അവിടെ ദൈവമായ കർത്താവ് അത് കണ്ടുകൊണ്ട് മോശയോട് പറഞ്ഞു, ഈ ജനം എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മോശ അവിടെ കരഞ്ഞു നിലവിളിക്കുന്നു നമുക്ക് വേണ്ടി. യേശു ഇന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇന്നും എബ്രായർ വെളിപാട് 5 കാണുന്നത് ഇന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. എബ്രായർ 5 പറയുന്നുണ്ട്, 14 നമുക്ക് വേണ്ടി ഒരു പ്രധാന പുരോഹിതൻ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ അവനെ സമീപിക്കാമെന്നൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഈ ദിവസം, ഈ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ ദിവസം, ഇന്ന് നമ്മൾ ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി ഷിക്കാഗോയിൽ നിന്നും മേരി ജേക്കബ് പണയപ്പറമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഓർപ്പിച്ചത് 84-ാം സങ്കീർത്തനമാണ്. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ദൈവമേ, അങ്ങയുടെ ആലയം എത്ര മനോഹരമാണ്. അന്ന് അങ്ങനെ പറഞ്ഞതെങ്കിൽ, ഒരു ദേവാലയം, ജെറുസലേം ദേവാലയം മനസ്സിൽ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് അവന്റെ ആലയം. നമ്മുടെ ആത്മാവിൽ അവൻ വസിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ കർത്താവെ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും നീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. നമ്മൾ സാധാരണ കാണുന്നുണ്ടല്ലോ കെട്ടിടത്തിൻ്റെ ഒക്കെ മൂലയ്ക്ക് കുരുകിൽ പക്ഷി. ഇന്നലെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു വീടിൻ്റെ മൂലയ്ക്ക് ഒരു കൂട്, ഒരു കുരുവിയുടെ കൂടെന്തോ എടുത്ത്. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ, ബൈബിളിൽ വചനമുണ്ടല്ലോ ഇന്നതാണ്. ആ വീടിൻ്റെ മൂലയ്ക്ക് ഒരു കുരുകിൽ പക്ഷി, നമുക്ക് ആ പക്ഷി രാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമുക്ക് ഉണരാൻ പറ്റിയില്ലെങ്കിൽ ആ കുരുകിൽ പക്ഷി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ പ്രപഞ്ചം നമുക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമായി തീരും. അതുകൊണ്ട് അത് അവിടെ ഇരുന്നോട്ടെ, അത് പറന്നു പൊക്കൊള്ളും കുഞ്ഞിനെ വിരിച്ചിട്ടെന്നാണ്. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൽ ഉള്ള സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്ത അവരവസ്ഥ പറഞ്ഞുകൊണ്ട് ആ ദേവാലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരുന്നപ്പോൾ വല്ലവരും വിശുദ്ധരായവർ അതിലേക്ക് കയറാൻ വരുമ്പോൾ ആ വാതിൽ തുറക്കുമ്പോൾ എനിക്ക് അങ്ങയെ ദർശിക്കാമല്ലോ. വാതിൽ കാവൽക്കാരനാ ഞാൻ ഇരുന്നു കൊള്ളാം. ദൈവമേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കുമെന്ന് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിളിച്ചു പറയുന്നു. നമ്മുടെ അയോഗ്യതകളെ ഏറ്റുപറയുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവ ആലയമായി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്, ഇത് യേശു കാൽവരിയിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളുടെ ശരീരത്തെ ദൈവ ആലയമാക്കി മാറ്റിയിട്ടാണ്. നമുക്ക് ആ ഒരു യോഗ്യതയിലാണ് നമ്മുടെ ആത്മാവിൽ ഇന്ന് വന്ന് വസിക്കുന്നത്. ഇപ്പം നമ്മളത് നിലനിർത്തണം, ആ വിശുദ്ധി നിലനിർത്തണം. ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ഭൂമിയിൽ. ശരിയാണ്, നമ്മുടെ ശരീരത്തിലൊരു ജീവിതമുണ്ട്, മനസ്സിന്റെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അറിയണം, ഈ ശരീരം നിത്യതയിലേക്ക് പ്രവേശിക്കാനാണ് നമ്മുടെ ആത്മാവിനെ വഹിക്കുന്ന ഒരു കൂടാരമാണ്. നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ഈ ശരീരത്തിനോ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്കോ സാധിക്കുകയില്ല. നമ്മളിലുള്ള ആത്മാവാണ് നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ അന്ന് ദൈവ സാന്നിധ്യമായ ഒരു വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം അന്ന് ഈ മരുഭൂമിയിലൂടെ പോയപ്പോൾ ദൈവ സാന്നിധ്യം വാഗ്ദാന പേടകമായിരുന്നു അവർക്ക്. ആ മരുഭൂമിയിലൂടെ ആ യാത്ര ചെയ്തപ്പോഴൊക്കെ ഈ വാഗ്ദാന പേടകം അവർക്ക്, അവിടെയാണ് ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചിരുന്നത്. നമ്മുടെ ഈ ശരീരം വാഗ്ദാന പേടകമായി നമ്മുടെ ഈ ശരീരത്തിനോട് ചേർന്നതിൻ്റെ ഉള്ളിൽ ആത്മാവായ ദൈവം വസിക്കുന്ന ഒരു വാഗ്ദാന പേടകം. പരിശുദ്ധ അമ്മയെ നമ്മൾ ലുത്തിനിയാൽ വാഗ്ദാന പേടകമേ എന്ന് വിളിക്കും. കാരണം പരിശുദ്ധ അമ്മ യേശുവിനെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ഉദരത്തിലും വഹിച്ചവളാണ്. ദൈവത്തെ പൂർണ്ണമായും വചനമായ ദൈവ മനുഷ്യനായി ഭൂമിയിൽ വരുവാൻ മറിയത്തിന്റെ ഉള്ളിൽ ഗർഭധാരണത്തിലൂടെ മറിയം ഒരു സക്രാരിയായി, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സക്രാരിയിൽ കാണുന്നത് പോലെ ഒരു സക്രാരിയായി ദൈവം വന്ന് വസിച്ച അന്നൊരു ആലയമായിരുന്നു മറിയം. നമ്മളും ഇന്ന്
ആ ദിവ്യകാരുണ്യമായ യേശുവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സക്രാരികളാണ്, ദൈവ ആലയങ്ങളാണ് നമ്മൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് കുർബാന പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കുർബാന സ്വീകരിച്ച ആദ്യത്തെ ഇത്ര മിനിറ്റ് ഇത്ര മണിക്കൂർ നേരത്തേക്ക് ഉള്ളെന്നൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ദൈവം വസിക്കുന്ന ആലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഒരു ആത്മീയ അറിവ്, ആത്മീയ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മളെ ദൈവ ആലയങ്ങളാക്കി യേശു കാൽവരിയിൽ വിലയ്ക്ക് വാങ്ങിയ ആലയമാക്കി നമ്മളെ സമർപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. പൂർണ്ണമായി നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം, 5-ാമത്തെ രഹസ്യത്തിൽ യേശുവിനെ കാണാതായി 3-ാം ദിവസം യേശുവിനെ ദേവാലയത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളിതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് അവർ യേശുവിനെ കണ്ടുമുട്ടിയത് ദൈവാലയത്തിൽ വെച്ചാണ്. യേശു പിതാവും മാതാവും നമ്മളും ദൈവ അനുഭവം, നമ്മൾ യേശുവിനെ കണ്ടെത്തുന്നത് നമ്മളുടെ ഈ ശരീരം ദൈവാലയമായി മാറുമ്പോൾ, നമ്മളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം. നമുക്ക് വേണമെങ്കിൽ അങ്ങ് ഹോളി ലാൻഡിൽ പോകാം, ലൂർദിൽ പോകാം, മജുഗോറിയിൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാം ദൈവാനുഭവത്തിന് വേണ്ടി. പക്ഷേ നമ്മുടെ ഈ ശരീരം ദൈവാലയമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിനായി അടിയറ വയ്ക്കുമ്പോൾ, നമ്മൾ ആരാധന എന്ന് പറയുന്നതാണല്ലോ, പലപ്പോഴും ചിന്തിച്ചാണ്. റോമർ 12 നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിക്കുന്ന ബലിയായി നിങ്ങളെ ഇതാണ് യഥാർത്ഥ ആരാധന. ആരാധന ദൈവ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാനുള്ളതാണ്, ദൈവത്തെ അനുഭവിക്കാനുള്ളതാണ് ദൈവ ആരാധന. അപ്പൊ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായ ദൈവ ആലയമായി വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുന്ന ആരാധനയിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുക. പലപ്പോഴും നമ്മൾ ആബേലച്ചൻ എഴുതിയ പാട്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല, എവിടെയെല്ലാം പോയി എല്ലാം പറഞ്ഞിട്ട് ഒടുവിലേക്ക് ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിഞ്ഞു. എൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ്റെ വാസം, അവിടെയാണ് ദൈവാനുഭവം. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ, എൻ്റെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുമ്പോഴാണ് എനിക്ക് ദൈവാനുഭവം. അതങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. യേശുവിനെ ദൈവാലയത്തിൽ വെച്ചാണ് യേശുപിതാ മാതാവും കണ്ടെത്തിയതെങ്കിൽ നമ്മളുടെ ജീവിതം ഒരു ദൈവാലയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയമായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവായി നമ്മിൽ വസിക്കുന്ന ആ ദൈവസാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലുള്ള ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതം ഒരു ദൈവ ആലയമായി, ദൈവം നിത്യതയിലേക്കുള്ള യാത്രയിൽ സങ്കീർത്തനം 132 ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും കുറിച്ച് ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തിയും. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. അല്ലെ, നമ്മുടെ ജീവിതം എളിമയിലും വിനയത്തിലും നമ്മൾ ഈ നോമ്പിൽ ചെയ്തില്ല, തലയിൽ അല്ലെങ്കിൽ നെറ്റിയിലെ ചാരം പൂശിയത്. പഴയ നിയമത്തിൽ അവർ തലയിലെ ചാരം പൂശി, അവർ ദേവാലയത്തിന് മുമ്പിൽ അവർ കീറിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് തലയിൽ ചാരം പൂശി ഞാൻ പാപിയാണേ ഞാൻ പാപിയാണേ ഏറ്റുപറയുന്ന ഒരു പ്രക്രിയ യഹൂദർക്കുണ്ടായിരുന്നു. അനുതാപത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മളറിയാം, ദാവീദ് ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു എന്ന് പറയാം, വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ വായന എടുത്ത് എസ്തേർ രാജ്ഞിയെക്കുറിച്ചാണ്. എസ്തേർ രാജ്ഞി ഹാമാൻ എന്ന യഹൂദരെ വെറുക്കുന്ന, യഹൂദരെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ഒരു രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന ഹാമാൻ ഇസ്രായേൽ മക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അന്ന് രാജ്ഞീപദത്തിലേക്ക് വന്ന എസ്തേർ രാജസന്നിധിയിൽ എത്താൻ ആർക്കും എളുപ്പമല്ല. രാജാവിൻ്റെ അനുവാദമില്ലാതെ അവിടെ വന്നാൽ കൊല്ലപ്പെടും, വധിക്കപ്പെടും. അപ്പം അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ആത്മീയമായിട്ട്
ഒരുങ്ങി. അതുപോലെ തന്നെ രാജാവിന് മുമ്പിൽ വരാനുള്ള വളരെ മനോഹരമായ രാജ്ഞീപദമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുന്ന എസ്തേറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഓർപ്പിക്കുകയാണ്. അതായത് ദൈവസന്നിധിയിലേക്ക് എത്തുവാനായിട്ട് തനിക്ക് ആത്മീയ വിശുദ്ധി ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിന്ന് എസ്തേർ 14 മലയാളത്തിലാണ് 14-ാമത്തെ അധ്യായം ഇങ്ങനെയാണ്: എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിലേക്ക് ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ. അപകടം എൻ്റെ കൈപ്പാട്ടിൽ എത്തിയിരിക്കുന്നു. കർത്താവെ, അങ്ങ് സകല ജനതകളിൽ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബ ഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. കർത്താവേ, അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ അതികഠിനമായ അടിമത്വം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല. അവരുടെയും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിലെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനങ്ങളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്ക് മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അവിടെ കരഞ്ഞു നിലവിളിച്ച അനുതാപത്തോടെയും അധ്യായം മുഴുവനാണ്. എസ്തേർ ചാക്കുടുത്ത് അത് രാജാവിനെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്തതാണ്. പിന്നീട് ഉപവാസമൊക്കെ മാറ്റിവെച്ചിട്ട് രാജാവിനെ കാണാൻ പോകുന്നൊരു നിബന്ധനയുണ്ട്. ആ രീതിയിൽ പിന്നീട് വസ്ത്രം ധരിച്ച് ആഡംബരയായി പോയെന്ന്. അവിടെയാണ് രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ ഈ ദുഃഖം പറയുന്നതും ഈ ഹാമാനെ തന്നെ മരണത്തിനും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ മേഖലയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ ദൈവ ആലയങ്ങളായി ദൈവം ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരാണല്ലോ ദൈവ മക്കൾ. റോമർ 8:14 നമ്മൾ ചിന്തിച്ചു. ദൈവാത്മാവ് ഉള്ളിലുള്ളവരാണ് ദൈവ മക്കള്. ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ യേശു നമ്മളോടുന്ന പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മത്തായി 7 പറയുകയാണ്. 7-ാമത്തെ വചനം: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ദൈവമേ, എന്താണ് എനിക്ക് കുറവ്? എസ്തേർ രാജ്ഞി പറഞ്ഞ പോലെ ഞങ്ങൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ദൈവത്തെ ആരാധിക്കേണ്ട ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവായി ദൈവം വസിക്കേണ്ടതിന് പകരം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വിഗ്രഹങ്ങളും ധനമോഹങ്ങളും ജഡികാഭിലാഷങ്ങളും തിന്മയുടെ സ്വാധീനം ദുഷ്ടാത്മാക്കളും വസിക്കുന്ന ആലയങ്ങളായി ഞങ്ങൾ മാറിയിരിക്കുന്നതിനാൽ ദൈവമേ, അതിനെയൊക്കെ പുറത്താക്കിയിട്ട് ദൈവത്തിന്റെ ആലയമായി സങ്കീർത്തനം 51 നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അങ്ങയുടെ നിത്യമായ ചൈതന്യത്തെ എന്നിൽ നിക്ഷേപിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ ശാശ്വതമായ സമാധാനം എനിക്ക് നൽകണമെന്ന് ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ അന്വേഷിച്ച് ദൈവസന്നിധിയിൽ മുട്ടി വിളിച്ചുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയങ്ങളായി തീരത്തക്ക രീതിയിൽ എളിമപ്പെട്ട് നിങ്ങൾക്ക് മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും; ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, അതായത് നമ്മൾ ദൈവത്തെ നമ്മുടെ പിതാവായി, നമ്മുടെ മക്കളായി, നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവം അല്ലെ, പരിശുദ്ധ ആത്മാവിലൂടെ മാത്രമേ നമുക്ക്
നമുക്ക് അതരം കൊണ്ട് വേണേൽ സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുള്ള സഭയിലുള്ളത് കൊണ്ട്, കാണാതെ നമ്മൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് സ്വർഗസ്വനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ റോമർ 8 ചിന്തിച്ചില്ല കഴിഞ്ഞ ദിവസം, 10-ാമത്തെ വചനം, ഓരോ വാക്കും നിങ്ങളുടെ ദൈവസന്നിധിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആയിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ അതരങ്ങളിലൂടെ അത് പുറത്തു വരട്ടെ എന്ന്. അവിടെയാണ് നമ്മൾ ദൈവം നമ്മുടെ ആത്മാവില്, പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശു ദൈവത്തെ, സ്വർഗത്തിലെ പിതാവിനെ യഹോവ എന്ന്, യഹൂദൻ എന്ന് വിളിച്ചിരുന്ന, പേര് പറയാൻ ഭയപ്പെട്ടിരുന്ന ദൈവത്തെ യേശു പറഞ്ഞു, നിങ്ങൾ പിതാവെ, ഡാഡി, അപ്പാ എന്ന് വിളിക്കണമെന്ന്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു അല്ലേ, നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ സ്വന്തം അപ്പനും അമ്മയല്ലേ, നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മയും നമുക്ക് നല്ല സന്തോഷം, അപ്പ, ഡാഡി, മമ്മി എന്നൊക്കെ അവരെ വിളിക്കാൻ നമുക്ക്. പക്ഷെ നമ്മുടെ ആത്മാവ്, നമ്മളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ്, നമുക്ക് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം ദൈവം നമ്മൾ നിക്ഷേപിച്ച ആ ആത്മാവ് കാണുന്നത് നമ്മുടെ അപ്പനെയും അമ്മയും അല്ല, ആത്മാവിന്റെ പിതാവായി നമ്മുടെ ആത്മാവിന് ഒരിക്കലും നമ്മുടെ അപ്പനെയും അമ്മയും കാണാൻ പറ്റില്ല. ഈശോ പറഞ്ഞു മത്തായി 23, നിങ്ങൾ ഈ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഈ ഭൂമിയിൽ അപ്പനെ ബഹുമാനിക്കണമെന്ന് 4-ാമത്തെ കൽപ്പനയില്ല, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന്. എന്നിട്ട് ഈശോ പറയാണ്, ഈ ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കുക. യേശു ആത്മീയമായി നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവാണ്. നിങ്ങളുടെ ഉള്ളിൽ, അമ്മയുടെ ഉദരത്തിൽ, നിങ്ങൾ ഗർഭത്തിൽ ഉരുവായ ആ നിമിഷം നിങ്ങൾ നിക്ഷേപിച്ച ആ ചൈതന്യം, അത് സ്വർഗത്തിലെ പിതാവിൻ്റെതാണ്. ആ ചൈതന്യം നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും അണ്ടവും ബീജവും നിങ്ങൾക്ക് ശരീരവും ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതത്തിലെല്ലാമായി മാറിയെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആ ചൈതന്യമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവ്. നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ അപ്പനെയും അമ്മയും അപ്പ, അമ്മ എന്ന് ആയുഷ്കാരം വിളിച്ചാലും നമ്മുടെ ആത്മാവ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുമ്പോഴാണ് അല്ലേ നമ്മുടെ പിതാവ്, നമ്മുടെ ആത്മാവിൻ്റെ പിതാവ്, ആ ആത്മാവിനെ, നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ നമ്മൾ അറിയാനായിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മളൊന്ന് അനുവദിക്കണം. ജെറമിയ 3:19 പലപ്പോഴും ചിന്തിച്ചതാണ്. നിങ്ങളെന്നെ പിതാവേ എന്ന് വിളിക്കുമോ, എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവ് പറയും, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായൊരു വീതം, അപ്പം മക്കൾക്ക് വീതം കൊടുക്കുന്നു. സ്വർഗത്തിലെ നമ്മുടെ പിതാവ് പറയണം, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായൊരു വീതം, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ അവകാശം നൽകാനും എൻ്റെ മക്കളുടെ കൂടെ നിങ്ങളെ പാർപ്പിക്കാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. നിങ്ങളെന്നെ പിതാവേ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കുമെന്നും എൻ്റെ മാർഗം നിങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആത്മാവ് കൊണ്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. റോമർ 8 പറയുന്നു. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നത് എന്താ ഇത്, ആത്മാവിൽ നയിക്കപ്പെടുക. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തെ ആത്മാവേ. നമ്മുടെ യഥാർത്ഥത്തിൽ യേശു പറഞ്ഞ എന്താ, യഥാർത്ഥത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശു സ്വർഗത്തിലെ പിതാവിനെ എപ്പോഴും പ്രശംസിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നത് പോലെ ഈ ഭൂമി ജീവിക്കുന്ന നമ്മളും അറിയണം, നമ്മുടെ ആത്മാവിന്റെ പിതാവായ ദൈവത്തിലേക്കാണ്. ഈ ഭൂമിയിൽ നമ്മളെല്ലാം മണ്ണായിത്തീരും. നമ്മുടെ അപ്പനും അമ്മയും നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഈ ശരീരം മണ്ണായി തീരുന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവാണ് നിത്യതയിൽ ഒരു ഭവനമായി അല്ലേ. ഈശോ അങ്ങനെ തന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കാ ഒരു വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അത് ഒരുക്കാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് സ്വർഗത്തിലെ പിതാവിന്റെ ഭവനത്തിൽ മക്കളായി നമ്മളെല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ മക്കളായി ദൈവഭവനത്തിൽ വാഴുവാനായിട്ടൊരു സ്ഥലം ഞാൻ ഒരുക്കി. അതിനുവേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ സ്വർഗത്തിലെത്താൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മാവ് വസിക്കുന്ന ശരീരത്തെ ഒരു വാഗ്ദാന പേടകമായി ഞാൻ മാറ്റി. മരണ ജോർദാൻ കടക്കുമ്പോൾ ആ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ വെള്ളത്തിൽ കാലുകൾ സ്പർശിച്ചപ്പോൾ, പുരോഹിതന്മാർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് മുമ്പേ പോയി. ആ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തെ സ്പർശിച്ചപ്പോൾ ജോർദാൻ ഒഴുക്കി നിറച്ചു. ആ ചെങ്കടൽ വിഭജിച്ചപ്പോൾ ജോർദാൻ ഒഴുക്കി അതിന് നടുവിലൂടെ കടന്നുപോയി. മരണ യോർദാൻ കടക്കുമ്പോൾ ഒരു വാഗ്ദാന പേടകമായി ഞാൻ മാറിയെങ്കിൽ, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നതിന് ആത്മീയ ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് മരണം വളരെ എളുപ്പമാണ്. മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമാണ് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നത് നിത്യതയിലേക്ക്.
ഈ ഭൂമിയിൽ അതെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. എന്നിട്ട് പറയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്ന ദൈവീകത നമ്മുടെ ആത്മാവ് നിത്യത്തിലെത്താൻ വേണ്ടി പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.